ഹായ്, എന്താണ് കൗൺസിലിംഗ്? എന്തിനാണ് കൗൺസിലിംഗ്? നമസ്കാരം, ഞാൻ സൈക്കോളജിസ്റ്റ് ബീന ധർമ്മൻ, കൗൺസിലർ, സൈക്കോതെറാപ്പിസ്റ്റ് ആൻഡ് ട്രെയിനർ. ലൈഫ് ഗൈഡ് കൗൺസിലിംഗ് സെൻറ്റർ തൃശ്ശൂരിൻ്റെ ഡയറക്ടറാണ്. Counseling is helping one person to help himself or herself. ഒരു വ്യക്തിയെ സ്വന്തം ജീവിതം നന്നായി ജീവിക്കാനായിട്ടുള്ള ഹെൽപ്പ്, അത് അയാൾക്കത് വേണ്ടുന്നത് ചൂസ് ചെയ്യാനായിട്ടുള്ള ഹെൽപ്പിംഗ് ചെയ്തു കൊടുക്കലാണ്. ഹെൽപ്പിംഗ് ദാറ്റ് പേഴ്സൺ ടു ഹെൽപ്പ് ഹിംസെൽഫ് ഓർ ഹെർസെൽഫ്. അവനവനെ തന്നെ സഹായിക്കുന്ന ഒരു പ്രോസസ്സാണ്. വൈ? സന്തോഷമായി ഉത്തരവാദിത്വത്തോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ. കൗൺസിലിങ്ങിൻ്റെ ഒരു ഡെഫിനിഷൻ പറയാനാണെങ്കിൽ, ഇറ്റ് ഈസ് ചേഞ്ചിങ് ദ പാസ്റ്റ് ബിഹേവിയർ ഇൻ ദ പ്രസൻറ്റ് ടു മൂവ് ടുവേർഡ്സ് ഫ്യൂച്ചർ. മുൻപ് ഇതുവരെ ഉണ്ടായിരുന്ന, നമ്മൾ നയിച്ചിരുന്ന നമുക്ക് ഗുണപരമല്ലാത്ത സ്വഭാവ, പെരുമാറ്റ, മാനസിക ചിന്ത, വികാരങ്ങൾ, ഇതിലേത് വികാരങ്ങളൊക്കെ ആണെങ്കിലും, ഏത് സംസാര രീതികളൊക്കെ ആണെങ്കിലും അത് ഇപ്പോൾ മാറ്റി ഇനി ഭാവിയിൽ അത് മാറ്റി എന്ന് പറയുമ്പോൾ വെറുതെ ഉപദേശിച്ച് മാറ്റുമൊന്നുമല്ല കൗൺസിലിംഗ്. ഒരിക്കലും ഉപദേശമേ അല്ല. അത് മാറ്റുന്നത് ശാസ്ത്രീയ വിശകലനങ്ങളിലൂടെ, ശാസ്ത്രാവബോധത്തിൻ്റെ ഡയഗ്നൈസ് ചെയ്ത് വേണ്ട രീതിയിൽ ബ്രെയിനിലുള്ള വയറിങ്ങുകളിൽ മാറ്റം വരുത്തുക എന്നുള്ള ശാസ്ത്രീയമായ പ്രോസസ്സ് തന്നെയാണ് കൗൺസിലിങ്ങിലൂടെ നടക്കുന്നത്. കൗൺസിലിംഗ് ആർക്ക് വേണ്ടി? വളരെ തെറ്റായ ധാരണയാണ് കൗൺസിലിംഗ് മാനസിക രോഗികൾക്ക് വേണ്ടിയാണ് എന്നുള്ളത്. കൗൺസിലിംഗ് മാനസിക രോഗികൾക്ക് വേണ്ടിയുള്ളതേ അല്ല. മാനസിക രോഗങ്ങൾക്ക് ചികിത്സിക്കുന്നവർക്ക് ഒരു സപ്പോർട്ടീവായിട്ടുള്ള ഒരു മെത്തേഡ് കൗൺസിലിങ്ങിലൂടെ നമുക്ക് സപ്പോർട്ടീവായിട്ട് കൗൺസിലിംഗ് പ്രവർത്തിക്കും, ഷുവറായിട്ടും. പക്ഷേ കൗൺസിലിംഗ് സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. സാധാരണ ജനങ്ങൾക്ക് സ്വന്തം ജീവിതത്തിലെ ക്വാളിറ്റി കൂട്ടാനും എക്സലൻസ് കൊണ്ടുവരാനും സന്തോഷമായി ജീവിക്കാനുമുള്ളതാണ് കൗൺസിലിംഗ്. നമ്മൾ സാധാരണ ആൾക്കാരല്ലേ, മറ്റുള്ളവർ ചിന്തിക്കുന്ന പോലെയൊക്കെ നമുക്കും ചിന്തിച്ചൂടെ? നമ്മുടെ പ്രശ്നങ്ങൾ നമുക്ക് തന്നെ പരിഹരിച്ചൂടെ? അതിനുവേണ്ടി എന്തിനാണ് മറ്റൊരാളുടെ ഉപദേശം എന്നെല്ലാം നമ്മൾ ചിന്തിച്ചിട്ട് ശരിക്കും സമൂഹം കൗൺസിലിങ്ങിനെ നെറ്റിച്ചുളിച്ച് കാണുന്നു എന്നുള്ളതാണ് ഒരവസ്ഥ. പക്ഷേ ഒന്ന് ആലോചിക്കണം, നമ്മളുടെ വേർബൽ കമ്മ്യൂണിക്കേഷൻസ് തുടങ്ങും മുൻപേ തന്നെ, ഈവൺ പ്രഗ്നൻസി പീരീഡിലായിരിക്കുന്ന സമയത്തും ഡെലിവറി ടൈമിലും അതിനുശേഷം അച്ഛനമ്മമാരുടെ കൂടെ വളരുന്ന ഒരു 6 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിലും നമ്മൾ ആ ഒരു സമയത്തിൻ്റെ ഇടയിൽ തന്നെ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞൊരു വാക്ക്, വേർബൽ കമ്മ്യൂണിക്കേഷൻസ് തുടങ്ങും മുൻപേ പോലും ബാധിക്കുന്ന ഒരുപാട് ചങ്ങലകളിൽ ബന്ധനസ്ഥരായിട്ട് ഒരുപാട് കണ്ടീഷൻസോട് കൂടെയാണ് ഒരു കുഞ്ഞ് പിന്നീട് ജനിച്ച് വളരുന്നത്. ഇതൊന്നും എങ്ങനെ, എനിക്ക് എപ്പോൾ പറ്റി, ഇതൊന്നും തിരിച്ചറിയാനോ ഡയഗ്നൈസ് ചെയ്യാന്ന് പറയും നമ്മൾ. അത് ഡയഗ്നൈസ് ചെയ്ത് അത് ഇന്നതാണ് എൻ്റെ പ്രശ്നം എന്ന് തിരിച്ചറിയാൻ ഒരു കുഞ്ഞിനും ഒരാൾക്കും ആവില്ല. അതിനാണ് നമ്മൾ ശാസ്ത്രീയമായി ഇത് പഠിച്ചിട്ടുള്ള സൈക്കോളജിസ്റ്റിനെ കാണുന്നതും അത്തരം കാര്യങ്ങൾക്കെല്ലാം മാറ്റം വരുത്തി കഴിയുമ്പം അടഞ്ഞു കിടക്കുന്ന ഒരു അവസ്ഥയിൽ നിന്ന് മുറി തുറന്ന് നമ്മൾക്ക് എല്ലാ തരത്തിലും കാഴ്ച 360 ഡിഗ്രീസിലും നമ്മളുടെ കണ്ണുകൾ അങ്ങ് ചുറ്റിക്കറങ്ങി അതിൽ പിന്നീട് വളരാൻ സാധിക്കുന്ന, മുൻപേ അടഞ്ഞു പോയ ഏതൊരു ബ്ലോക്സും മാറി. അതിന് പല കാര്യങ്ങളുണ്ട്, ഒരുപാടാണ് കാര്യങ്ങളുള്ളത് പറയാനായിട്ട്. പക്ഷേ ഞാൻ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് തന്നെ മാരകമായ ഈ തെറ്റിദ്ധാരണ നമുക്ക് വലിച്ചെറിയണം. അതിന് ഉചിതമായ, നിങ്ങൾ സ്വയം തന്നെ എനിക്ക് തോന്നുന്നില്ല, സ്വയം എല്ലാവർക്കും അങ്ങനെ അവനവനെ ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. അതിന് ശാസ്ത്രീയമായി പഠിച്ചിട്ടുള്ള ആൾക്കാരെ തന്നെ നമ്മൾ കാണണം. അന്നേരം എത്രമാത്രമാണ് ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ വളർച്ചയും വിജയവും കൈവരിക്കാൻ പറ്റുക എന്നുള്ളത് അനുഭവിച്ചറിയുക തന്നെ വേണം. ദയവ് ചെയ്ത് ഏതോ രോഗികൾക്കുള്ളതാണ് അല്ലെങ്കിൽ ഇത് എനിക്കുള്ളതല്ല എന്നുള്ള ധാരണയിൽ നിന്ന് മാറ്റി നമ്മൾ സ്വയം മാറി ഈ മേഖലയിലെ നൈപുണ്യം എന്താണോ അത് അവനവനിൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത് നമ്മളെല്ലാവരും ആ ജീവിതം സന്തോഷമായും സമ്പന്നമായും ആസ്വദിച്ച് ഈ ഭൂമിയിലെ നമ്മുടെ ജീവിതം വളരെ ശ്രേഷ്ഠമായ ഒന്നാക്കി മാറ്റി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒന്ന് തന്നെയാണ് കൗൺസിലിംഗ്. ഞാൻ എപ്പോഴും എൻ്റെ കൗൺസിലിങ്ങുകളിൽ, ട്രെയിനിങ്ങുകളിലെല്ലാം പറയുന്ന ഒരു കാര്യമുണ്ട്.
എന്താണ് പോസിബിൾ കൗൺസിലിങ്ങിലൂടെ? തിരിച്ചും എനിക്ക് പറയാനുള്ളത്, എന്താണ് പോസിബിൾ അല്ലാത്തത് കൗൺസിലിങ്ങിലൂടെ? കൗൺസിലിങ്ങിലൂടെ എവ്രിതിങ് ഈസ് പോസിബിൾ എക്സെപ്റ്റ്, അവിടെ ഞാൻ പറയണ കാര്യം, നാളെ എനിക്ക് ബാങ്കിൽ അടയ്ക്കാൻ 2 ലക്ഷം രൂപ വേണം മാഡം, അതാണ് എൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ മാഡത്തിന് അതെടുത്ത് കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ എന്നെപ്പോലെ ആയിരക്കണക്കിന് ആൾക്കാർ ഈ ജോലി ചെയ്യുന്നവരുണ്ട്, ആ സംഭവം ചെയ്ത് സഹായിക്കൽ അത് സാധിക്കില്ല എന്നുള്ളത് ശരിയാണ്. പക്ഷേ അതല്ലാത്ത മാനസികമായ മറ്റേതൊരു കാര്യങ്ങൾക്കും നമ്മൾക്ക് തിരിച്ചറിയാനും ഉത്തരവാദിത്തം എടുക്കാനും മുന്നോട്ട് നടക്കാനായിട്ടുള്ള മോട്ടിവേഷൻ കിട്ടി പോകുവാനും സാധിക്കും. വ്യക്തി തയ്യാറാവുകയാണെങ്കിൽ, അതിന് താല്പര്യപ്പെടുകയാണെങ്കിൽ, വില്ലിങ്നെസ്സോടെ തെറാപ്പിസ്റ്റിനെ, കൗൺസിലറിനെ, ട്രെയിനറിനെ ഓർ മെൻറ്ററിനെ കാണുകയാണെങ്കിൽ ദാറ്റ് ഈസ് പോസിബിൾ. അനേകം വർഷങ്ങളായി ഞാൻ ഈ ഫീൽഡിൽ ജോലി ചെയ്യുന്നത്. ആർക്കാണ് മാറാൻ കഴിയുക എന്ന് ചോദിച്ചാൽ മാറാൻ കഴിയാത്തവരാരുമില്ല. ഒരുപാട് ആളുകൾ മാനസിക സംഘർഷങ്ങളും പല വൈഷമ്യങ്ങളും, ബന്ധങ്ങളിലെ കഷ്ടപ്പാടുകൾ, ഡിവോഴ്സ് ചെയ്യേണ്ടി വരുന്ന കാര്യങ്ങൾ, ഇപ്പോഴത്തെ ഇന്ന കാലത്തൊക്കെ പെട്ടെന്നാണ് കല്യാണം കഴിഞ്ഞാൽ അതിലൊരു 30% 2 വർഷത്തിനുള്ളിൽ ഡിവോഴ്സ് ആവുന്നു എന്നൊക്കെ ഇപ്പോഴത്തെ കണക്കുകൾ പറയുന്നു. ഇമാതിരിയുള്ള നീക്കങ്ങളിൽ നിന്നൊക്കെ മാറ്റം വരുത്താനായിട്ട് ശരിക്കും ഉചിതമായ രീതിയിൽ സ്വയം താല്പര്യത്തോടു കൂടെ വാട്ട് ഈസ് ഹാപ്പനിങ് എന്നുള്ള ഒരു ആത്മപരിശോധന, നമ്മളെ തന്നെയാണ് ഇൻട്രോസ്പെക്ട് ചെയ്യുന്നത്. അതിലൂടെ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തി കഴിയുമ്പം എത്ര മാറ്റമാണ് നമ്മൾക്ക് സാധ്യമാക്കാൻ കഴിയുക എന്നുള്ളത് അത് അനുഭവിച്ചറിഞ്ഞാലേ സാധിക്കുകയുള്ളൂ. ഇതിനെനിക്ക് ഉദാഹരണം ചോദിച്ചാൽ എത്രയാണെന്നുള്ളത് പറയാൻ പറ്റില്ല. അത്രയുമാണ് എനിക്ക് തന്നെയുള്ള അനുഭവങ്ങൾ. പിന്നെ ഞാൻ ഈ ഫീൽഡിലായതുകൊണ്ട് ഞങ്ങളെപ്പോലുള്ളവരെല്ലാം ചെയ്യുകയും പറയുകയും. പിന്നെ എനിക്ക് മറ്റൊരു ഉദാഹരണം പറയാനുള്ളത് സത്യം പറഞ്ഞാൽ എന്നെ തന്നെയാണ്. ഒരു സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ കൗൺസിലിംഗ് സൈക്കോതെറാപ്പിയൊക്കെ ചെയ്യുന്ന ആൾക്കാർ എപ്പോഴും അവനവൻ്റെ ഉള്ളിൽ മറ്റുള്ള ആ ഒരു അൺഹെൽത്തി ആയിട്ടുള്ള ഏതൊരവസ്ഥയുണ്ടെങ്കിലും അതാദ്യം മാറ്റണം. A counselor becomes an effective counselor when he or she lives effectively. സ്വന്തമായി ഒരുപാട് പ്രശ്നങ്ങൾ കൊണ്ടുവന്നിരുന്നിട്ട് മറ്റുള്ളവരെ ട്രീറ്റ് ചെയ്യാൻ ഇരുന്നിട്ടുണ്ടെങ്കിൽ അത് പോസിബിൾ ആവാൻ ബുദ്ധിമുട്ടാണ്. അവിടെയാണ് ഞാൻ ഏറ്റവും കൂടുതലൊരു മികച്ച ലേണിംഗ് ട്രാൻസാക്ഷൻ അനാലിസിസിലൂടെ ഞാൻ പഠിച്ച ഒരു പാർട്ട് അതാണ്. അതിലൂടെ വരുമ്പം ഗ്രൂപ്പ് തെറാപ്പിയിലൂടെ തന്നെ എല്ലാവരും അവനവൻ്റെ പ്രശ്നങ്ങൾ പുറത്ത് വലിച്ചിട്ട് അതിനെല്ലാം പരിഹാരം കണ്ടുകൊണ്ടാണ് ഒരുപാട് സൂപ്പർവിഷൻസ് എടുത്ത ശേഷമാണ് ഒരു തെറപ്പിസ്റ്റ് ആവുന്നത്. അപ്പം അത്തരം ഞാൻ എൻ്റെ ഉദാഹരണം പറഞ്ഞത് അന്നേരം എനിക്ക് അത്രയധികം ചാലഞ്ചസും പെയിനും ജീവിതത്തിൽ അനുഭവിച്ച് അത് പരിഹരിച്ച് അതിന് യാതൊരു മടിയും കൂടാതെ എത്ര തന്നെ കൗൺസിലിങ്ങുകൾ ഏതൊക്കെ സന്ദർഭങ്ങളിൽ എനിക്ക് വേണമായിരുന്നോ ഞാനത് നേടിയിട്ടുണ്ട്. എനിക്ക് പറയാനറിയില്ല, അത്രമാത്രം നമ്മൾ ഇന്നീ ജീവിക്കുന്ന എല്ലാ മനുഷ്യർക്കും ദുരിതങ്ങളില്ലാതെ, സഫറിങ് ഇല്ലാതെ, കഷ്ടപ്പാടുകൾ എന്ന് പറഞ്ഞാൽ ഏത് തരം നെഗറ്റീവായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നമ്മൾ അനുഭവിക്കുന്നുണ്ടോ ഇതിലെല്ലാം മാറ്റം വരുത്താൻ പോസിബിളാണ്. പിന്നെ ഞാൻ നേരത്തെ പൈസയുടെ കാര്യം പറഞ്ഞു. പൈസ ഉണ്ടാക്കാൻ ആ അധ്വാനങ്ങൾ, ആ ഏർണിങ്സ് നടക്കാതിരിക്കണമെങ്കിൽ അതിൻ്റെ പിന്നിലും നമ്മളുടെ ഉള്ളിലെ ചില പെരുമാറ്റ രീതികളോ ശൈലികളോ മാറ്റിയാൽ മാത്രമേ അതും നടക്കുകയുള്ളൂ. അങ്ങനെ വന്നാൽ ഏതൊരു മനുഷ്യനും ജീവിക്കാൻ വേണ്ടുന്ന എല്ലാ ധനസമ്പത്തും ഈ പ്രകൃതിയിലുണ്ട്. അത് നമ്മൾക്ക് ആർജിച്ചെടുക്കാനായിട്ടുള്ള ആ ട്രാക്കിനും സത്യത്തിൽ കൗൺസിലിങ്ങും അതിലൂടെ കിട്ടുന്ന മോട്ടിവേഷനും തിരിച്ചറിവും അനുഭവ സമ്പത്തുകളും സഹായിക്കും. 2 തരത്തിലെ ജീവിതം മനുഷ്യർ ചൂസ് ചെയ്യും. ഒന്ന് വിന്നേഴ്സ് ആയിട്ടുള്ളത്, മറ്റൊന്ന് ലൂസേഴ്സ് ആയിട്ടുള്ളത്. വിന്നേഴ്സ് എപ്പോഴും സമാധാനവും സന്തോഷവും സംതൃപ്തിയും ലക്ഷ്യബോധവും സ്വയം ഉത്തരവാദിത്തമെടുത്ത് നീങ്ങുന്ന ആളുകളുമായിരിക്കും. ലൂസേഴ്സ് ഒന്നുകിൽ എണ്ണിപ്പിറക്കുക, പഴിചാരി, കുറ്റപ്പെടുത്തുക, അത് കാരണം ഞാൻ ഇങ്ങനെയായി, ഇത് കാരണം ഞാൻ അങ്ങനെയായി എന്നെല്ലാം പറഞ്ഞിട്ട് അവരുടെ ആ ഒരു ദുരിതപൂർണമായ, അല്ലെങ്കിൽ അത് ക്രിയേറ്റ് ചെയ്യും. അതില്ലെങ്കിൽ തന്നെ അവരത് ക്രിയേറ്റ് ചെയ്യും. എന്തെല്ലാം നല്ല ജീവിത സാഹചര്യങ്ങൾ ഉണ്ടായാലും അവരത് ക്രിയേറ്റ് ചെയ്യും. ആ തരത്തിൽ ജീവിക്കുന്നവരാണ് ലൂസേഴ്സ്. ഇത്
തിരിച്ചറിയാനോ മാറ്റാനോ പെട്ടെന്നൊന്നും അവനവന് കഴിയുന്നതല്ല. കാരണം അത്രമാത്രം ഏർലി പീരിയഡിൽ നമ്മളിൽ ഇംപ്രിന്റഡ് ആയി പോയിട്ടുള്ള സംഭവങ്ങളാണ്. ഇത് മാറ്റണമെങ്കിൽ ശാസ്ത്രീയമായ സഹായം കൂടിയേ തീരൂ എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ആ സേവനം നേടിയെടുക്കുക. അതല്ലെങ്കിൽ നിങ്ങൾ തന്നെ സ്വയമാണെങ്കിലും ഈ പറയുന്ന ആത്മപരിശോധന സാധ്യമാണോ? തീർച്ചയായിട്ടും അങ്ങനെയുമാവുക. പക്ഷെ ഒന്നും മറക്കരുത്, നമ്മളിൽ അന്തർലീനമായിരിക്കുന്ന കഴിവ് എന്നുള്ളത് അപാരമാണ്. ആ കഴിവ് തിരിച്ചറിയാതെ ഇത്തരം രീതിയിലൂടെ ഈ നല്ല ജീവിതം നമ്മൾ നഷ്ടപ്പെടുത്തരുത്. ഇനി നമുക്ക് തീരുമാനിക്കാം, ദുരിതമോ സംഘർഷമോ ഈ പറയുന്ന സഫറിങ്, കുറ്റപ്പെടുത്തലുകൾ, ഇതും കൊണ്ട് ഞാൻ ജീവിച്ചു മരിക്കണോ, അതോ സന്തോഷമായി അനുഭവിച്ച് ആസ്വദിച്ച് ജീവിച്ചു മരിക്കണോ? നമ്മുടെ ഇഷ്ടം. എന്താണ് നിങ്ങൾ ഈ പ്രോഗ്രാമിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്നുള്ള ചോദ്യത്തിന് മനസ്സമാധാനം എന്നുത്തരം കിട്ടും. മെറ്റീരിയൽ ആയിട്ടുള്ള ഏതെല്ലാം കാര്യങ്ങൾ തന്നെ നമുക്ക് ലഭിച്ചാലും പിന്നീട് അങ്ങോട്ടുള്ള ജീവിതത്തിൽ സന്തോഷമുള്ളവരായി ജീവിതം തുടരുമോ?